ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ അടുത്ത മൊഡ്യൂളാണിത്, അതായത് 5th മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂളാണ്. പക്ഷെ നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടില്ല. 4th മൊഡ്യൂളിൽ കുറച്ച് ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്ക് കുറച്ച് ടഫാണ്. അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ ഇടയ്ക്ക്, അപ്പോൾ നിങ്ങൾ ഓണം വെക്കേഷന് മുമ്പ് പകുതി എടുത്താൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല. അതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരണ കുറേ കാര്യങ്ങൾ, അപ്പോൾ പുതിയ വേർഡ്സും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് സിമ്പിളാണ്, നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് ടോപ്പിക്ക് ഞാൻ ഇപ്പോൾ അതിന് മുമ്പ് എടുക്കാമെന്ന് വിചാരിച്ചത്. ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ഇതുവരെ നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സൊക്കെയാണ് പഠിച്ചത്. ഇനിയുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, അത് ഏതൊക്കെ മെത്തേഡ്സാണ് എന്നുള്ളതാണ് ഇനിയുള്ള ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലാസ്റ്റ് മൊഡ്യൂള്. ഇതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഫസ്റ്റ് ടോപ്പിക്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് അറിയണം. ഒരു സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വാല്യൂയിലേക്ക് ഒരു ഹോൾ ഡാറ്റേനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ വാല്യൂ യൂസ് ചെയ്യണത്, അതിനെയാണ് നമ്മൾ ആവറേജ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് മാർക്ക് ഒരു 35 എന്ന് പറഞ്ഞ മാർക്കാണ് ഒരു സബ്ജക്റ്റിന് ആവറേജ് എന്ന് എടുക്കുകയാണെങ്കിൽ, ആ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരുടെ മാർക്കിന് പകരം ഒരു 35 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മൊത്തം ഡാറ്റനെ, ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ മാർക്കിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ആവറേജ് എന്ന് പറയുന്ന വാല്യൂ, അപ്പോൾ ആ വാല്യൂവിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി, അതായത് ആ മൊത്തം ഡാറ്റയ്ക്ക് ഈ 35 എന്ന വാല്യൂവിലേക്ക് ടെൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. ഈ 35 എന്ന് പറഞ്ഞൊരു മിഡിൽ വാല്യൂ കുട്ടികളുടെ മാർക്കുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ അത് ചിലപ്പോൾ അതൊരു മിഡിലിൽ വരണ വാല്യൂ, അല്ലെങ്കിൽ കുറേ പേർക്ക് ഈ 35ൻ്റെ ചുറ്റും, അതായത് 35ന് കുറച്ച് താഴെയും കുറച്ച് മുകളിലായിട്ടുള്ള മാർക്കുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് 35 ആയിട്ട് എടുത്തത്. അപ്പോൾ ആ ഒരു ഹോൾ ഡാറ്റേനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ഡാറ്റ എടുത്താലും ആ ഡാറ്റയ്ക്ക്, ഇപ്പോൾ നമ്മൾ മാർക്ക് തന്നെ ആവണമെന്നില്ല, ഹൈറ്റോ അല്ലെങ്കിൽ വെയ്റ്റോ അങ്ങനെ എന്ത് കാര്യങ്ങളായാലും നമ്മൾ ഏതൊരു ഡാറ്റ എടുത്താലും ആ ഡാറ്റയിൽ ഒരു സെൻട്രൽ വാല്യൂയിലേക്ക്, ഒരു മിഡിൽ വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി, അതായത് കൂടുതൽ വാല്യൂസും കൂടുതൽ മാർക്കുകളും അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുടെ ഹൈറ്റും ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ചുറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ കുറേ ഹൈറ്റ് കൂടിയ 1-2 പേരുണ്ടാവും, ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ കുറേ പേരുണ്ടാവും. അതിൻ്റെ ഇടയിൽ മീഡിയം ഹൈറ്റായിട്ട് അതായിരിക്കും എപ്പോഴും കൂടുതൽ കുട്ടികൾക്ക് ഒരു മീഡിയം ഹൈറ്റ്, കുറേ കൂടുതലല്ല കുറേ കുറവല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ആ മിഡിൽ വാല്യൂ, അപ്പോൾ ഒരു മിഡിലായിട്ടൊരു വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യാനുള്ള ഡാറ്റയുടെ ടെൻഡൻസിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ആ സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം സെൻട്രൽ വാല്യൂവിനെ നമ്മൾ ആവറേജ് എന്നാണ് പറയുക. അപ്പോൾ ആവറേജ് മാർക്കോ ആവറേജ് ഹൈറ്റോ ആവറേജ് വെയ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവറേജ് വാല്യൂസ്. അപ്പോൾ ഡിഫറെൻറ്റ് ആവറേജസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കാം, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. എ സിംഗിൾ വാല്യൂ വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് ദ ഹോൾ സെറ്റ് ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ആൻ ആവറേജ്. ഇഫ് ദ ആവറേജ് ടെൻഡ്സ് ടു lie or indicating the center of the distribution is called measure of central tendency, or sometimes they locate the general position of the data, so they are also called measure of location. അപ്പോൾ എപ്പോഴും മിഡിൽ വാല്യൂ തന്നെ ആവണമെന്നില്ല, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെഷർ ഓഫ് ലൊക്കേഷൻ ഇത് അറിയപ്പെടുന്നുണ്ട്. ദെൻ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ്, അതിൻ്റെ വേറെ പേരാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്. അപ്പോൾ കുറേ മെഷേഴ്സ് ഉണ്ട്, സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാനായിട്ട് കുറേ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മെഷേഴ്സിൽ ഉണ്ടാവേണ്ട ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ്, എന്തൊക്കെ ക്വാളിറ്റീസ് ഒരു ഗുഡ് ആവറേജിന് ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കാം,
First one, it should be easy to calculate and simple to understand. It should be clearly defined by the mathematical formula. It should not be affected by extreme values. It should be based on all the observations. It should be capable of further mathematical treatment. It should have sample stability. ഇത്രയും കാര്യങ്ങളാണ്, അതായത് 6 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഒരു ഗുഡ് ആവറേജിന് വേണ്ട ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാളിറ്റീസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റീസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇനി നമ്മൾ കുറേ ആവറേജസ് പഠിക്കുന്നുണ്ട്. മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിക്കും. അപ്പോൾ അഡ്വാൻറ്റേജസിൽ നമുക്ക് ഈ പോയിൻറ്റ്സ്, ഏതിനൊക്കെ ഈ പോയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കിത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മളൊരു ആവറേജ് ഒരു മെഷർ എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കണം, കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കണം. അതുപോലെ ആ ആവറേജ് കണ്ടാൽ നമുക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റണം. അപ്പോൾ ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മളത് മെഷർ യൂസ് ചെയ്യാൻ പോകണില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ആവറേജ് സെലക്ട് ചെയ്യുമ്പോൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കണം, അതുപോലെ മനസ്സിലാക്കാനും പറ്റണം. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ബൈ എ മാത്തമാറ്റിക്കൽ ഫോർമുല. അപ്പോൾ നമുക്കതിനൊരു ക്ലിയർ ആയിട്ടൊരു ഫോർമുല ഉണ്ടായിരിക്കണം കണ്ടുപിടിക്കാനായിട്ട്. ക്ലിയർ ആയിട്ട് ഏത് വാല്യൂ ആണ് നമുക്ക് ആവറേജ് ആയിട്ട് എടുക്കണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചില ഹൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ വളരെ ഹൈറ്റുള്ള, ഭയങ്കര ഹൈറ്റ്, സാധാരണ കുട്ടികളെക്കാൾ ഹൈറ്റുള്ള 1-2 പേരുണ്ടാവും. അതുപോലെ സാധാരണ ഹൈറ്റ് വളരെ കുറവുള്ള കുറച്ച് പേരും ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഈ ഹൈറ്റ് കൂടിയവർ ഹൈറ്റ് കുറഞ്ഞവരും പെടുന്നതുകൊണ്ട്, ഹൈറ്റ് ഭയങ്കരമായിട്ട് കൂടിയ ഒരാളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ആവറേജ് എടുക്കുമ്പോൾ നമ്മളുടെ ആവറേജ്, ഇപ്പോൾ ആവറേജ് ഹൈറ്റ് 160 170 സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ 1-2 പേർക്ക് 182 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആവറേജ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് കൂടുതലും കുട്ടികൾക്ക് 160 165 ഇടയിലാണ് ഹൈറ്റ്, അല്ലെങ്കിൽ 170 175 ഇടയിലാണ് ഹൈറ്റ് എങ്കിൽ, ഒരു കുട്ടിയുടെ മാത്രം ഹൈറ്റ് വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ നമ്മുടെ ഈ 175 കൂടുതൽ 180 ഒക്കെ വേണമെങ്കിൽ കിട്ടാം. അപ്പോൾ മാർക്കിൻ്റെ കേസിലായാലും കുറേ പേർക്ക് ഒരു 10 താഴെ മാർക്ക്, പക്ഷെ ഒരാൾക്ക് ഒരു 50 മാർക്ക് കിട്ടിയിട്ട് 1-2 പേർക്ക് 50 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ഈ ഒരു 25 അത്രയൊക്കെ നമുക്ക് ആവറേജ് വരും. പക്ഷേ കുട്ടികളുടെ ആവറേജ് മാർക്ക് അതൊന്നും ആയിരിക്കില്ല, ഒരാൾക്ക് മാത്രമേ ഈ 50 കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന ആവറേജ് ഇതുപോലെ ഏറ്റവും കുറവും ഏറ്റവും കൂടിയിട്ടുള്ള വാല്യൂവിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പറ്റണ വിധത്തിലുള്ള ആവറേജ് ആവരുത്. It should not be affected by extreme values. It should be based on all the observations. ചില ആവറേജസ് ഒക്കെ മിഡിൽ വാല്യൂവിന് മാത്രമേ അപ്പോൾ മോഡ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ, മീഡിയൻ ആ മിഡിൽ വാല്യൂ. അപ്പോൾ ചില ആവറേജസ് എല്ലാ ഒബ്സർവേഷനും തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനും ഡിപ്പെൻഡ് ചെയ്യണില്ല, ഏതെങ്കിലും പൊസിഷനിലുള്ള വാല്യൂ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. എല്ലാ വാല്യൂസിനും എല്ലാ ഒബ്സർവേഷൻസിനും ബേസ്ഡ് ആയിട്ടായിരിക്കണം നമ്മുടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ കിട്ടിയ ഒരു ആവറേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിൾ സ്റ്റെബിലിറ്റി. അപ്പോൾ സാമ്പിൾ സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമ്പിൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു മൊത്തം കോളേജിൽ കുട്ടികളുടെ ഹൈറ്റോ മാർക്കോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെല്ലാ കുട്ടികളുടെയും മാർക്ക് ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയൊന്നുമല്ല ചെയ്യുക. അത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ആവറേജ് കണ്ടുപിടിക്കുക ചെയ്യുക. അപ്പോൾ ആ മൊത്തം ആ പോപ്പുലേഷൻ, അതായത് ആ മൊത്തം കോളേജ് സ്റ്റുഡൻസിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പിൾ, അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ മൊത്തം കുട്ടികളെ നമ്മൾ പോപ്പുലേഷൻ എന്നാണ് പറയുക, അതിൻ്റെ ഒരു ചെറിയ സബ്സെറ്റായിട്ട് എടുക്കുന്നതിന് സാമ്പിൾ എന്ന് പറയും. ആ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ചെറിയൊരു ഘടകം ഏതെങ്കിലും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഏത് സാമ്പിൾ എടുത്താലും, ഇപ്പോൾ നമ്മളുടെ കോളേജിൽ തന്നെയാണെങ്കിൽ
ഈ സെയിം സബ്ജക്റ്റ് സി എയിലും കോർപ്പറേഷനിലും BBAയിലും അതുപോലെ തന്നെ ഫിനാൻസിലൊക്കെ നമ്മൾ ഈ സെയിം സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ CAയിലെ കുട്ടികളുടെ മാത്രം എടുത്തിട്ട് ഇതാണ് ആവറേജ് എന്ന് ഈ സബ്ജക്റ്റിൻ്റെ ആവറേജ് മാർക്ക് ഇതാണെന്ന് പറയാം. നമ്മളിനി അത് കഴിഞ്ഞിട്ട് ഒരു ആവറേജ് നമുക്ക് കിട്ടി. നമ്മളിപ്പോഴത്തെ എക്സാമിൻ്റെ ഔട്ട് ഓഫ് 20ൽ നമുക്കൊരു ആവറേജ് കിട്ടി, ഒരു 10 അല്ലെങ്കിൽ 12 ആണ് ആവറേജ് കിട്ടിയത്. ഇനി നമ്മൾ കോർപ്പറേഷനിലെ കുട്ടികളുടെ ആവറേജ് മാർക്ക് എടുത്തു. അപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു 15 17 ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻസിലെ കുട്ടികളുടെ മാർക്ക് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ആവറേജ് ഒരു അതിനേക്കാൾ കൂടുതലോ കുറവോ എങ്ങനെയെങ്കിലും ഒരു വാല്യൂ ആവണം. അപ്പോൾ സാമ്പിൾ സ്റ്റെബിലിറ്റി ഇല്ല, കാരണം നമ്മൾ എടുക്കുന്ന സാമ്പിളിനനുസരിച്ച് മാറി ആയിരിക്കും ആ മാർക്കുകൾ വരുന്നത്. പക്ഷെ നമ്മളെടുക്കുന്ന ആവറേജ് കറക്റ്റ് ആണെങ്കിൽ, നമ്മുടെ ആവറേജ് കറക്റ്റ് ആണെങ്കിൽ, നല്ലൊരു ആവറേജ് ആണെങ്കിൽ നമ്മൾ ഏത് സാമ്പിൾ എടുത്താലും എന്തായിരിക്കണം, ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നെ, വലിയ ഡീവിയേഷൻസ് ഒന്നും ഉണ്ടാകുമ്പോൾ അതിനടുത്തുള്ള ഒരു വാല്യൂ തന്നെ കിട്ടണം. ഈ മാർക്കിൻ്റെ കാര്യം നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റില്ല, കാരണം അത് കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയല്ല പറയുന്നത്, ഏതൊരു സാമ്പിൾ എടുത്താലും നമ്മൾ ആ ആവറേജ് സെയിം ആയിരിക്കണം, വളരെ ഡീവിയേഷൻസ് പാടില്ല. അങ്ങനെയുള്ളതായിരിക്കണം ഒരു നല്ല ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗുഡ് ആവറേജിന് വേണ്ട ക്വാളിറ്റീസ്. അപ്പോൾ ഓരോ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്നും മനസ്സിലാക്കുക. ഇത് 5th മൊഡ്യൂളാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ, അതായത് 4th മൊഡ്യൂളിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടില്ല. അത് ഓണം കഴിഞ്ഞിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് ടഫാണ്. പിന്നെ ഞാനത് പകുതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസിയിൽ 1-2 മെഷേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കണം ഓണത്തിന് മുമ്പ്. ഇത് കണ്ടിന്യൂവേഷൻ അല്ല, ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് റിലേറ്റഡ് അല്ല, അതുകൊണ്ടാണ് ഇത് എടുക്കാമെന്ന് വെച്ചത്. ഓക്കെ, താങ്ക് യു.